അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി. പ്രിയപ്പെട്ട മക്കളെ, യാ ബുനയ്യ എന്ന നമ്മുടെ ക്യാമ്പിലെ 4-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈസി ലിസാനുൽ ഖുർആൻ എന്ന നമ്മുടെ വിഷയം വളരെ സിമ്പിളായി എങ്ങനെ പഠിക്കാം എന്നതാണ്. നിങ്ങൾ റെഡിയാണെന്ന് വിശ്വസിക്കുകയാണ് ഉസ്താദ്. പൊതുവെ പല മക്കളും പലപ്പോഴായി പറയുന്ന ഒരു പരാതിയാണ്, ലിസാന് കുറച്ച് ടഫാ, ലിസാനിലാണ് എന്റെ മാർക്ക് പോവല്, ടോപ്ലസ് ഒക്കെ നഷ്ടാവുന്നുണ്ടെങ്കിൽ അത് ലിസാനിലായിരിക്കും. ഇങ്ങനെ പലപ്പോഴും ലിസാൻ എന്ന് പല മക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ലിസാൻ അത്രമാത്രം പേടിക്കാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, സത്യത്തിൽ എന്റെ മദ്രസ 5-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫസ്റ്റത്തെ ഒരു മാസം തന്നെ ഞങ്ങൾ ലിസാനിലെ കൊല്ലത്തെ മുഴുവൻ പാഠങ്ങൾ എടുത്തു കഴിഞ്ഞു. ഫുള്ള് അർത്ഥം പറഞ്ഞു കൊടുത്തുന്നല്ല, എന്താണ് അതിൽ വരാന്ന് എന്റെ മക്കൾക്ക് കറക്റ്റ് തിരിയും. ലിസാൻ കുറച്ചേ പഠിക്കാനുള്ളൂ. അതൊന്നും മനസ്സിലാക്കി പഠിച്ചാൽ ഫുൾ മാർക്കും സിമ്പിളായിട്ട് വാങ്ങാം. സിമ്പിളാണ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളെ ഏറെക്കുറെ അതിന് പ്രാപ്തനാക്കാൻ കഴിയണം എന്ന വിശ്വാസത്തിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഈ ലിസാന് സിമ്പിൾ ആവണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതുവരെ ലിസാനെ കുറിച്ച് വിശ്വസിച്ച് വെച്ച ആ ഒരു വലിയ സംഭവമാണ് ലിസാനൊന്നും തിരിയൂല, ആ ഒരു മൈൻഡ് സെറ്റ് ഫസ്റ്റ് മാറ്റണം. അങ്ങനെ പറയാൻ കാരണം, ആന ജനിച്ച ഉടനെ ആനന്റെ കാലിന് ചെറിയൊരു ചങ്ങലട്ടു, അല്ലെങ്കിൽ ഒരു കയറ് കെട്ടി വെക്കും. ആന അത് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയൂല. ചെറിയ കുട്ടി ആനയാവുന്ന സമയത്ത് ചെറിയ ചങ്ങല പൊട്ടിക്കാൻ കഴിയൂല. എന്നാൽ ആന വലുതായാലും ആ ചങ്ങല തന്നെയാണ് കാലിന് കെട്ടിവെക്കുക. ആന ഓടാതിരിക്കാൻ വേണ്ടി ആനന്റെ കാലിന് ചങ്ങല കെട്ടുന്നത് കാണാറില്ലേ? വലിയ ആനയായാലും ആനക്ക് ആ ചങ്ങല പൊട്ടിക്കാൻ പറ്റൂല. കാരണം ആന വിചാരിക്കുന്നത് എന്താ, ഞാൻ ചെറിയ പ്രായത്തിൽ കുട്ടിയായ സമയത്ത് ചങ്ങല കൊണ്ടെന്നെ കെട്ടി, ഞാൻ പൊട്ടിക്കാൻ ശ്രമിച്ചു, പൊട്ടിയിട്ടില്ല, എന്റെ കാല് മുറിഞ്ഞു എന്നല്ലാതെ, അപ്പൊ എനിക്കൊരിക്കലും ആവൂല. വലിയ ആനയായിട്ടും പഴയ കുഞ്ഞു ചങ്ങല തന്നെയാണ് കാലിനുള്ളത്. ആന പൊട്ടിക്കാൻ ശ്രമിക്കുന്നില്ല, കാരണം ആവൂല, പണ്ട് നമ്മൾ ട്രൈ ചെയ്തതല്ലേ എന്നാണ് ഓരോ ആനകളും പറയുന്നത്. എന്നതുപോലെയാണ് നമ്മൾ എപ്പോഴോ ഒരിക്കൽ ഏതോ ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഏതോ ഒരു പരീക്ഷയിൽ ലിസാനിൽ മാർക്ക് കുറഞ്ഞു, ലിസാൻ തിരിഞ്ഞില്ല, ലിസാൻ അത് അറബിയിലല്ലേ, ബാക്കിയൊക്കെ അറബി മലയാളല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചു വെച്ചു എന്നതാണ് ഒന്നാമത് നിങ്ങൾ ലിസാനോട് കാണിച്ച എന്താ പറയാ, ലിസാനോട് കാണിച്ച അവഗണന. അപ്പൊ അത് വേണ്ട. എല്ലാരും, അധ്യാപകന്മാർക്കും പങ്കുണ്ടാവും, ഉമ്മമാർക്കും പങ്കുണ്ടാവും. പരസ്പരം ക്ലാസ് റൂമിലൊക്കെ എന്തോ ലിസാൻ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞ് ലിസാനെ മാത്രം എന്തോ ആക്കി വെച്ചു എന്നുള്ളതാണ്. ലിസാൻ സിമ്പിളാണ്, ഈസിയാണ്, നമുക്ക് പോയി നോക്കാം ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, മക്കളായാലും കേൾക്കുന്ന പേരൻസ് ആവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ, മക്കളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ തലച്ചോറ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 രീതിയിലാണ്, റൈറ്റും ലെഫ്റ്റും ഒക്കെ ഉണ്ട് തലച്ചോറിൽ. റൈറ്റ് ഭാഗത്താണ് നമ്മൾ കഥ, പാട്ടുപാടല്, എഴുത്ത്, ഇങ്ങനത്തെ രസകരമായ സാധനങ്ങൾ, നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ പലർക്കും ഒക്കെ റൈറ്റ് സൈഡിലെ ബ്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതൽ ചെയ്യാറ്. ലെഫ്റ്റ് സൈഡിലാണ് ഈ ലോജിക്കൽ തിങ്കിങ്, എന്താ കടങ്കഥകളാ അങ്ങനെ വേണമെങ്കിൽ പറയാം, മാത്സ്, അങ്ങനെയൊക്കെയുള്ള സാധനം, ലിസാന്, ലാംഗ്വേജുകളൊക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡിലെ ബ്രെയിനാണ്. അപ്പോ കുറച്ചൊക്കെ അങ്ങനെ ഒരു ബന്ധമുണ്ട് ലിസാന് ബാക്കോട്ട് ആവാന്, അല്ലെങ്കിൽ ലിസാൻ പോലുള്ള ഭാഷാ വിഷയങ്ങൾ ബാക്കോട്ട് ആവാൻ, മാത്സിൽ വീക്ക് ആവാനൊക്കെ ചെറിയൊരു ശതമാനം അതിനൊരു പങ്കുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിനനുസരിച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വലിയൊരു സംഭവമൊന്നുമല്ല, സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വിഷയമുള്ളൂ. ഓക്കെ അല്ല, പൊതുവെ മാത്സിനോടൊക്കെ ചിലർ കാണിക്കുന്ന ഒരു മാത്സ് എന്ന് പറയുമ്പോൾ ഒരു കണ്ണ് ചിമ്മാനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞതാണ്. അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും അവിടെ ഇല്ല, പഠനവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു വിഷയങ്ങളൊന്നും ഇപ്പൊ അവിടെ ഡിസ്കസ് ചെയ്യാനില്ല. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പോ ഫസ്റ്റ് നമ്മൾ ലിസാനെ കുറിച്ചുള്ള വേണ്ടാത്ത പേടിയൊന്ന് മാറ്റി വെക്കണം. ക്ലിയർ? പേടി മാറ്റി വെച്ചു. ഇനി ലിസാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് ലിസാൻ പഠിക്കുക? എന്താ ലിസാനിൽ പഠിക്കാനുള്ളത്? ഓരോ ക്ലാസ്സിലും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് പറയാനുള്ളത്. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ലിസാന് ഭാഷാ പഠനമാണല്ലോ, ഒരു ഭാഷ പഠിക്കലാണ് ലിസാനിലൂടെ. ലറബ, ലറബ, ലറബു, ലറബത്ത്, ലറബത്ത, ലറബിന്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ കാണാതെ പഠിക്കണം. എന്താണ് ലറബ, എന്താണ് ലറബ എന്നാവുന്നത് എന്ന വ്യത്യാസം എന്റെ മക്കൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം.
അതൊന്ന് നമ്മുടെ ഇരുന്ന് ശാന്തമായി ഇരുന്ന് എന്താ ഇത് തമ്മിൽ വ്യത്യാസമെന്ന് നിങ്ങളുടെ ഉസ്താദിനോട് ചോദിച്ചു നോക്കേ. ഉസ്താദ് വ്യക്തമായിട്ട് പറഞ്ഞു തരും. മുഫ്രദ്, തസ്നിയ, ജംഅ് ഇങ്ങനെയൊക്കെ പല വേർഡുകളാണ് നമ്മൾ പലപ്പോഴും കേൾക്കല് അല്ലെ. നസ്ബ്, റഫ്അ്, ഫത്ഹ് അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ തിരിഞ്ഞിട്ടില്ലെങ്കിൽ അതിനോട് നമുക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഇത് ഒരു ക്ലാസ്സുകാർക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല, മൊത്തത്തിൽ ലിസാനെ കുറിച്ചാണ് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ വൈഡായിട്ട് പറയുന്നത്. ഒരു ക്ലാസ് ആണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും, ക്ലാസ്സിലെ പാഠം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കും, അത് വിഷയമല്ല. മൊത്തത്തിൽ ലിസാനാവുമ്പോഴാണ് പറയണത്, നിങ്ങളുടെ ആ പാഠത്തിൽ വരുന്ന അറബിക് പദങ്ങൾ മഫ്ഊൽ ബിഹി എന്ന് വന്നിട്ടുണ്ടാവും, മഫ്ഊൽ മുത്ലഖ് എന്ന് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഈ അറബിക് വേർഡ് തന്നെയാണ് നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണെന്ന് തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അത് പഠിക്കാൻ കഴിയാത്തത്. അപ്പൊ മഫ്ഊൽ മുത്ലഖ് അല്ലെങ്കിൽ നായിബ് ഫായിലി എന്താണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ആ ടേം അങ്ങനെ പഠിക്കാതെ ആ ടേം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക, അത് അങ്ങനെയാണ് നമ്മൾ പറയാ. അപ്പൊ ഹുവ എന്താന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഹുവ നിങ്ങൾ പറയുക എന്നല്ലാതെ എന്താന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ല. അപ്പൊ എന്താണ് ലിസാനിലെ ആ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒറ്റക്ക് ഒരാൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ പാഠം പഠിക്കും. കാണാതെ ഒന്നും പഠിക്കണ്ട, മനസ്സിലാക്കി പഠിക്കും. അതാണ് ലിസാനോട് നിങ്ങൾ ഒന്നാമത് കാണിക്കേണ്ടത്. ലിസാൻ ഒന്നും കാണാതെ പഠിക്കണ്ട. അർത്ഥങ്ങൾ, വാക്കർത്ഥങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ, സെന്റൻസ് മേക്ക് ചെയ്യാൻ പുസ്തകത്തിലുള്ള കുറച്ച് പദങ്ങളൊക്കെ വരും. ഓക്കെ, അത് അവിടെ എടുക്കട്ടെ. അത് പഠിക്കാൻ മാത്രമല്ല ലിസാൻ. ലിസാൻ എന്ന് പറഞ്ഞാൽ ഭാഷ പഠിക്കലാണ്. പുസ്തകം പറഞ്ഞു ഹുവ അല്ലെങ്കിൽ എതിരിബാനി എന്നാവുന്നത് എങ്ങനെ, അപ്പൊ അതിന്റെ ഉള്ളിൽ എത്ര ആളുണ്ട്, തസ്നിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വേർഡുകൾ ഇങ്ങനെ കേൾക്കുകയാണ് നമ്മൾ. വേറൊരു ഉദാഹരണം പറയാം. താരിഖ്, ബദറിലേക്ക് നബിത്തങ്ങളും സ്വഹാബത്തും പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വം, നബിന്റെ കയ്യിൽ എത്ര കുതിരകളുണ്ട്, അല്ലെങ്കിൽ നബിന്റെ കൂടെ എത്ര സ്വഹാബത്തുണ്ട്, 313 സ്വഹാബത്തുണ്ട്, അബൂജഹലാണ് അപ്പുറം, അടുത്ത യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മൈൻഡില് ആ ചിത്രം ഇങ്ങനെ വരുന്നില്ലേ? യെസ് ഓർ നോ? വരുന്നുണ്ട്. യെസ്. അല്ലെങ്കിൽ ഫിക്കില് നമ്മൾ ഒടുക്കുന്നു, അല്ലെങ്കിൽ തയമ്മും ചെയ്യുന്നു, മണ്ണടിച്ചെടുക്കുന്നു, മുഖം തടവുന്നു, ഇനി അങ്ങനെ ഇങ്ങനെയാന്ന് പറയുമ്പോൾ നമ്മൾ മൈൻഡിലേക്ക് ആ ചിത്രം വരുന്നില്ലേ? വരുന്നുണ്ട്. ഓക്കെയാണ്. എന്നാ തസ്നിയ, മുഫ്രദ്, ജംഅ് എന്നൊക്കെ പറയുമ്പോൾ മൈൻഡിലേക്ക് ആ ചിത്രം വരുന്നില്ല എന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും ലിസാനൊക്കെ പ്രയാസമായി മാറുന്നത്. രണ്ട് തരത്തിലുള്ള ചിന്തകൾ എന്നൊക്കെ പറയും, അബ്സ്ട്രാക്ട് തിങ്കിങ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മുഫ്രദ്, തസ്നിയ, ജംഅ്, നായിബ് ഫായിൽ ഇങ്ങനെയൊക്കെ ഓരോ പാഠത്തിന്റെ ഹെഡിങ് ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അതിൽ വരുന്ന അറബി പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി മക്കൾ മനസ്സിലാക്കുക. അപ്പോൾ തീരും 50% പ്രോബ്ലം. കറക്റ്റ് എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഒന്നാമത് നിങ്ങൾ അത് ചെയ്യണം. അത് ചെയ്യാതെ നമുക്കൊന്നും തിരിയൂല. ഓക്കെ, അടുത്തൊരു ഉദാഹരണം എടുക്കാം. ലറബ, ലറബ, ലറബു. ഇത് പഠിച്ച ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് തിരിയും. ഐ മീൻ 5ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക്, അല്ലെങ്കിൽ 5-ലുള്ളവർക്ക്. ലറബത്ത്, ലറബത്ത, ലറബിന ഇങ്ങനെ സ്വറപ്പാക്കി പോകുമ്പോൾ 10-14 സാധനങ്ങളുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട സാധനങ്ങളുണ്ട്. ഇതൊന്നിച്ച് പഠിക്കാതെ ഇതിനെ ഷോർട്ടാക്കി പഠിക്കുക. ലറബ 1, ലറബ 2, ലറബു 3. അത് 3 ഒരു സെറ്റാണ്. തിരിയുന്നാക്ക് തിരിയും. ഞാൻ പറഞ്ഞത് ക്ലാസ് എടുക്കല്ല, പഠിക്കേണ്ട രീതി പഠിപ്പിച്ചെടുത്താണ്. ലറബത്ത്, ലറബത്ത, ലറബിന അത് വേറൊരു സെറ്റാണ്. 3 എന്നത് സെറ്റാണ്. ആദ്യം പറഞ്ഞത് പുരുഷൻ എന്നുള്ള സെറ്റാണ്. അങ്ങനെ ലിസാനിനെ മൊത്തത്തിൽ ഹോളായി പഠിക്കാതെ അതിനെ ഷോർട്ടായി ചെറുതാക്കി പഠിക്കുന്ന ഒരു മെത്തേഡ് ലിസാനിൽ നമ്മൾ സ്വീകരിക്കണം. അത് മക്കൾക്ക് ഒറ്റക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഉമ്മയോട് ചോദിക്കുക, അല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചാൽ. ലേണിംഗ് ചങ്ക്സ് എന്നൊക്കെ പറയും, ഷോർട്ടാക്കി ചെറുതായി പഠിക്കുന്നതിന്. ഓക്കെ, ആ ഒരു മെത്തേഡാണ് ലിസാൻ പോലുള്ള സബ്ജക്റ്റിൽ നമ്മൾ കാണിക്കേണ്ടത്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാല്ലാ പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. 2 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മൾ വിശ്വസിച്ച ആ ഒരു ലിസാൻ എന്നുള്ള പേര് നമ്മൾ മാറ്റണം. വെറുതെ ഉള്ള പേടിയാണ്.
രണ്ടാമത് നമ്മൾ പറഞ്ഞു പഠിക്കേണ്ട രീതികളെ കുറിച്ച് പറഞ്ഞപ്പോ ഈ ഷോർട്ടായിട്ട് പഠിക്കുന്ന ഒരു രീതി. മറ്റൊന്ന് പറഞ്ഞു നായിബ് ഫായിൽ, ഇങ്ങനെ അറബിക് ടേമുകൾ വരുമ്പോൾ നമ്മുടെ ചിന്ത അങ്ങോട്ടേക്ക് പോകുന്നില്ല. ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ ആ ബദർ ഒരു യുദ്ധം നടക്കാൻ പോകുന്ന ഒരു പിക്ചർ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു. ലിസാൻ പോലുള്ള സബ്ജക്റ്റിൽ പിക്ചർ വരുന്നില്ല. ഭാഗികമായി തജ്വീദിലും ആ പിക്ചർ വരുന്നില്ല. അഖലാഖാവട്ടെ അതിലൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ മാർക്ക് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ പിക്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ശ്രമിക്കാം. പിന്നെ ഒരു പാഠം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നു എന്ന് വ്യക്തമായിട്ട് പറയാൻ പഠിക്കുക. ബൈഹാട്ടാക്കലല്ല ലിസാൻ. അത് വേർഡ് മീനിങ് കുറച്ച് കാര്യങ്ങൾ ബൈഹാട്ടാക്കിയാൽ മതി. രണ്ടാളാവുമ്പോൾ എങ്ങനെ പറയും, മൂന്നാളാവുമ്പോൾ എങ്ങനെ പറയും എന്നുള്ള വ്യത്യാസങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. എമിരിബു ഒരു പുരുഷനാണ്, എമിരി ബാനി രണ്ട് പുരുഷനാണ്, എമിരി ബൂന കുറെ പുരുഷനാണ്, തളിരിബു ഒരു പെണ്ണ്. ആ ഒരു വ്യത്യാസം. ഇപ്പൊ എമിരിബുവിൽ നിന്ന് തളിരിബുവിലേക്ക് മാറി, യാ മാറി താ ആയി എന്ന് ഒരു അപഗ്രഥിച്ചിട്ടുള്ള, എന്ന് മനസ്സിലാക്കിയിട്ടുള്ള, ഒന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു പഠനം. അപ്പൊ ഓരോന്നിലേക്ക് ഇറങ്ങി, ലിസാനിന്റെ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി, അതെന്താണ്, അതെന്തുകൊണ്ട് അങ്ങനെയായി എന്ന ലോജിക് പരമായിട്ടുള്ള ഒരു ചർച്ച ചെയ്ത് ചിന്തിച്ചിട്ടുള്ള പഠനമാണ് ലിസാനിൽ വേണ്ടത്. അല്ലാതെ പുസ്തകം തുറന്ന മൊത്തം എതിരിവുണ്ട്, എവിടെയും എതിരി ബാനിയുണ്ട്, ഒന്നും അറിഞ്ഞൊന്നും തിരിയുന്നില്ല, അങ്ങനെ ഉണ്ടാവാം. അത് മാറാൻ പുസ്തകം പറഞ്ഞതുപോലെ ചെയ്തേ പറ്റുള്ളൂ. വളരെ മനോഹരമായിട്ട് ലിസാൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. പിന്നെ പൊതുപരീക്ഷ ക്ലാസ്സിലെ 5-7 ക്ലാസ്സിലെ മക്കൾക്കൊക്കെ ലിസാനിന്റെ ഭാഗങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. മെസ്സേജ് അയച്ചാൽ അയച്ചു തരാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ലിസാന് എന്തോ ഒരു വിഷയമാണെന്ന് കരുതാതെ അതിനൊന്ന് സ്നേഹിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അറബിക് വേർഡുകളായിരിക്കും ഉണ്ടാവുക. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റണം. പ്രത്യേകിച്ച് ഉമ്മമാരോ പേരൻസ് അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ ആ ഒരു രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് അത് മാറും. മക്കൾ പഠിക്കുമ്പോഴും ആ ഒരു രീതിയിലേക്കാണ് മാറേണ്ടത്. മക്കളോട് പറയാനുള്ളത്, ഒരു ചാപ്റ്റർ കിട്ടിയാൽ ആ ചാപ്റ്ററിന്റെ ഉള്ളിൽ ആ പാഠത്തിൽ എന്തൊക്കെ വന്നു എന്ന്, നെസ്ബ് എങ്ങനെ വന്നു, നെസ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയുള്ള ഒരു മനസ്സിലാക്കി പഠനം. അതാണ് ലിസാനിൽ ഏറ്റവും ആദ്യവും അവസാനവും വേണ്ടത്. അങ്ങനെ നോക്കിയാൽ ലിസാന് ആകെ ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ മതി ലിസാനിലെ ഒരു പുസ്തകം ഫുള്ള് പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ. അത്രക്കും സിമ്പിളാണ് ലിസാനിലെ ഭാഗങ്ങൾ. ഇൻഷാ അല്ലാഹ്. കൂടുതൽ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിലൊക്കെ ബന്ധപ്പെടാം. ഇൻഷാ അല്ലാഹ്. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.